നമ്മുടെ നാട്ടിൽ തെങ്ങുകളെ വ്യാപകമായി ആക്രമിക്കുന്ന ഒരു കീടമാണല്ലോ കൊമ്പൻ ചെല്ലി. പുതിയതായി കൃഷി ചെയ്യുന്ന ഡാർഫ് സങ്കരയിനം തോട്ടങ്ങളിൽ പലപ്പോഴും ഇവയുടെ ആക്രമണം അതിരൂക്ഷമാകാറുണ്ട്. നമ്മൾ പരമ്പരാഗതമായി മുനയുള്ള കമ്പി കൊണ്ട് കുത്തിയെടുത്തും പട്ടകൾക്കിടയിലും കൂമ്പിലും വേപ്പും പിണ്ണാക്കും മണലും കലർത്തി മിശ്രിതമിട്ടും പാറ്റാഗുളിക വെച്ചും കീടനാശിനികൾ നിക്ഷേപിച്ചും തളിച്ചും ഫെറമോൺ കണികൾ വെച്ച് ഇവയെ പിടിച്ചും നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് പൂർണ്ണമായും വിജയം ലഭിക്കാറില്ല. ഈ അവസരത്തിൽ വളരെ ലളിതവും തികച്ചും ജൈവ രീതിയിലുള്ളതായ ഒരു മാർഗം ഉപയോഗിച്ച് ഇവയെ പിടിച്ച് എങ്ങനെ നശിപ്പിക്കാം എന്ന് പരിചയപ്പെടുത്താനാണ് ഈ അവസരത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി നാം ആദ്യം ഒരു 8 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുക്കുക. അതിൽ 4 ലിറ്റർ വെള്ളം നിറയ്ക്കുക. അതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള 2 കിലോ പച്ചച്ചാണകം ഇടുക. വെള്ളത്തിൽ കലക്കുക. ഇതിലേക്ക് 500 ഗ്രാം കടലപ്പിണ്ണാക്ക് ഇടുക. ഒരു 300 ഗ്രാം ശർക്കര ഇടുക. ഈ മിശ്രിതം ഒരു 4 ദിവസത്തേക്ക് നനയാതെ സൂക്ഷിക്കുക. ദിവസവും 1-2 പ്രാവശ്യം ഇത് ഒരു കമ്പ് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കണം. 4 ദിവസങ്ങൾക്ക് ശേഷം 4 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന് വളരെ രൂക്ഷമായ ഒരു ഗന്ധം ഉണ്ടാവും. ഈ സമയത്ത് നാം ഇതിനെ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുക. തോട്ടത്തിൽ കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് ബക്കറ്റ് അതിൽ ഇറക്കി വയ്ക്കുക. ഈ കാണിച്ചിരിക്കുന്ന പോലെ അതിന് ചുറ്റും മണ്ണ് വെച്ച് ഉറപ്പിച്ച് തറനിരപ്പിൽ ആ ബക്കറ്റ് ഉറപ്പിക്കുക. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മഴവെള്ളം വീഴാതെ ഒരു കമ്പിന്മേൽ ഒരു പഴയ കുട നാട്ടി അതിൽ വെള്ളം വീഴാതെ വയ്ക്കുക. ഈ മിശ്രിതത്തിലേക്ക് രാത്രിയിൽ കൊമ്പൻചെല്ലികൾ വന്ന് വീഴും. ഒരിക്കൽ വീണാൽ പിന്നെ വെള്ളത്തിൽ വീണാൽ പിന്നെ അത് പറക്കുകയില്ല. അവയെ നാം ദിവസവും നാം അതിനകത്തുനിന്ന് ഒഴിവാക്കി കുറേയെല്ലാം ചത്തിട്ടുണ്ടാവും. ചാകത്തുകളെല്ലാം നമ്മൾ കൊന്ന് ഒഴിവാക്കണം. അയ്യോ ഈ രീതിയിൽ ഇതിനെ കോരി ഒഴിവാക്കിയെടുത്ത് നമ്മൾ അതിനെ ഒന്ന് നശിപ്പിക്കണം. നീ കാണിക്കുക. അതിനുശേഷം അവയെ എളുപ്പം നമുക്ക് ഇപ്രകാരം കൊന്നുകളയാൻ കഴിയും. ഈ രീതിയിൽ ഒരു ബക്കറ്റിൽ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഏകദേശം 2 മാസം വരെ ഇത് ഉപയോഗിക്കാൻ കഴിയും. ദിവസവും അതിനകത്ത് വീഴുന്നവയെ ഒഴിവാക്കുകയാണെങ്കിൽ 2 മാസം വരെ ഉപയോഗിക്കാൻ കഴിയും. കാരണം അതിനകത്ത് വീണ് ചത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ല് മാറും. അതുകൊണ്ട് ദിവസം അതിൻ്റെ അകത്ത് ഒഴിവാക്കിയാൽ 2 മാസം വരെ ഒക്കെ ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ബക്കറ്റിൽ നിറയ്ക്കുക. അങ്ങനെ ഒരു ഏക്കറിൽ ഒരു 1-2 ബക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ
ദിവസവും നൂറുകണക്കിന് സാധനം ഉണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ളതൊക്കെ വന്ന് വീഴും. വളരെ ലളിതമായിട്ട് ഇവയെ നശിപ്പിക്കാൻ